സോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻട്രൻസ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ഗ്രാവിറ്റേഷൻ എൻട്രൻസിന്റെ തിയറി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിന് നിങ്ങൾക്ക് കീമിന് ഏകദേശം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നീറ്റിന് നിങ്ങൾക്കൊരു മാക്സിമം 2 to 3 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ IITക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ ഇങ്ങനെയാണ് അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ +2 ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സും ഗ്രാവിറ്റേഷനും തമ്മിൽ കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഏകദേശം നല്ല തിയറി ആണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങളെ ബോർഡ് എക്സാമിന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് പഠിക്കേണ്ടത്. എൻട്രൻസിന് വേറെ ലെവലൊരു അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. സോ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അപ്പോൾ നോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡീസിനെ നമ്മൾ വെച്ചാൽ, സപ്പോസ് ഇത് രണ്ട് ബോഡീസ് ആണ്, അങ്ങനെയെങ്കിൽ അവർ തമ്മിലുള്ള മാസ് m1 ആണ്, ഇവിടെ മാസ് m2 ആണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ r ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലൊരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, m1 m2നെ ഒരു ഫോഴ്സ് ആയിട്ടും അട്രാക്ട് ചെയ്യും. അതേ ഫോഴ്സ് തന്നെ ആയിരിക്കും തിരിച്ച് അങ്ങോട്ടും ഉണ്ടാവുക. മീൻസ് രണ്ടും മ്യൂച്വൽ ആണ്. ഒരാൾ കൊടുക്കുന്ന അതേ ഫോഴ്സ് തന്നെ ആയിരിക്കും അങ്ങോട്ടും ഉണ്ടാവുക. സോ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, F is equal to capital G em1 em2 all divided by r square ആണ്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എന്താ പറയുക ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. സോ ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. അത് എന്താണെന്നൊന്നും ചോദിക്കൂല, ബട്ട് അതിന്റെ വാല്യൂ അറിഞ്ഞിരിക്കുക 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, ഇനി ഇതിന്റെ ഡയമെൻഷൻ കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ ഉഷാറാവും. സോ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണമെങ്കിൽ m⁻, അതേപോലെ L3, അതേപോലെ T⁻². സോ ഇതാണ് അതിന്റെ ഡയമെൻഷൻ. ഡയമെൻഷൻ ഒക്കെ കഴിയുന്നതും ബൈഹാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. ഇത് +2 കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾ +2 പഠിക്കും. അവിടെ ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അത് ഒരേ സമയം അട്രാക്റ്റീവ് ആവും, അതേപോലെ റിപ്പൾസീവും ആവാം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആണ്. ബിക്കോസ് ഈ ഫോഴ്സ് ഇവനെ അങ്ങോട്ടും എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യും. Then it is independent of the medium, okay, in which masses are placed. Suppose ഇവര് തമ്മിലുള്ള ഫോഴ്സ് ഞാൻ എയറിൽ വെച്ചപ്പോൾ F ആണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും വാട്ടറിൽ വെച്ചു, ഈ രണ്ട് ബോഡീസിനെയും വാട്ടറിൽ വെച്ചാലുള്ള ഫോഴ്സ് എത്ര ആയിരിക്കും? അതും F തന്നെ ആയിരിക്കും. ഇനി നിങ്ങളെ കെറോസിനിൽ കൊണ്ടുപോയി വെച്ചു, അപ്പോഴുള്ള ഫോഴ്സ് F ആയിരിക്കും. അതായത് മീഡിയം മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഫോഴ്സ് ഒരിക്കലും മാറില്ല. ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മീഡിയം മാറുന്നതിനനുസരിച്ച് മാറും. ഇനി അടുത്തത്, ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഓഫ് ഓൾ ഫോഴ്സസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് എൻട്രൻസിന് ചോദിക്കാറുണ്ട്. കുറെ ഫോഴ്സ് എന്നിട്ട് അതിൽ ഏറ്റവും വീക്ക് ഏതാണെന്ന് ചോദിക്കും. സോ എപ്പോഴും മനസ്സിലാക്കുക, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഏറ്റവും വീക്ക് ഫോഴ്സ്. ഓക്കെ, പിന്നെ അടുത്തത് ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. അതൊരു സെൻട്രൽ ഫോഴ്സ് ആണ്, കാരണം ഇറ്റ് ആക്ട് അലോങ് ദ ലൈൻ ജോയിനിങ് ദ സെന്റർ ഓഫ് ടു ബോഡീസ്. രണ്ട് ബോഡീസിനെ ലൈൻ ജോയിൻ ചെയ്യുന്ന സെന്ററിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. ദെൻ ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ വർക്ക് എന്ത് ചെയ്യും, പാത്തിനെ മീൻസ് ആ ചെയ്ത വഴിനെ, അതായത് പാത്തിന് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പ്രസൻസ് ഓഫ് അതർ ബോഡീസ്. അതായത് ഞാൻ ഇവര് തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് F ആണ്. ഞാൻ എന്ത് ചെയ്തു, ഇവരെ നടുവിൽ കൊണ്ടുപോയിട്ട് വേറൊരു മാസ് M-നെ വെച്ചു. അങ്ങനെ എങ്കിൽ വെച്ചാലും ശരി, അങ്ങനെ വെച്ചാൽ ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും, ഇവന് അങ്ങോട്ടൊക്കെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ബട്ട് നേരത്തെ നമ്മൾ വെച്ച ആദ്യത്തെ രണ്ട് മാസം ഉണ്ടല്ലോ, ഈ m1 m2, അതിന്റെ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചത് ക്യാപിറ്റൽ F ആണ്. അതിനൊരു മാറ്റവും വരില്ല. അതായത് ഈ വേറൊരു ബോഡിക്ക് രണ്ട് ബോഡീസ് തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കുറക്കാനോ കൂട്ടാനോ കഴിയൂല. ഓക്കെ, അത് എത്രയാണോ അത് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു എൻട്രൻസ് ഷോർട്ട് കട്ട് ആണ്, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് പോയിന്റ് ആണ്. ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. അതായത് ഇതാണ് ആ പോയിന്റ് കേട്ടോ, പോയിന്റ് ഞാൻ വരക്കുന്നില്ല. സപ്പോസ് ഇത് ഒരു സെൻട്രോയിഡ്, ഒരു ട്രയാങ്കിൾ, ഇത് ട്രയാങ്കിൾ ആണ്, ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണ്. ഞാൻ ഇതിന്റെ 3 കോർണേഴ്സിലും ഈക്വൽ മാസ് വെച്ചു. അപ്പൊ അവിടെ M വെച്ചാൽ ഇവിടെയും M വെക്കണം, ഇവിടെയും M വെക്കണം.
സോ ഈക്വൽ മാസ് ഞാൻ വെച്ചു. സോ ഈക്വൽ മാസസ് ആർ പ്ലേസ്ഡ് അറ്റ് ദ 3 കോർണേഴ്സ് ഓഫ് അൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഇക്വലേറ്റർ ആവണം. അങ്ങനെയെങ്കിൽ ഞാൻ ഈ സെൻട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റിൽ ഏത് മാസ് വെച്ചാലും, എനി മാസ്, ഏത് മാസ് വെച്ചാലും, ഓക്കെ, ഏത് മാസ് വെച്ചാലും ഈ സെൻട്രോയിഡിനെ ജി എന്ന് റിനോട്ട് ചെയ്യുക. ഈ പോയിന്റിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഈ പോയിന്റിലുള്ള നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. പ്രത്യേകം നോക്കണം, ട്രയാങ്കിൾ എന്ത് ചെയ്യണം? ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആവണം. ഈക്വൽ മാസ് വെക്കണം. ഇവിടെ എം ആണെങ്കിൽ 3 എം വെക്കണം. ഈ 2m ആണെങ്കിൽ ഇവിടെയും ഇവിടെയും ഒക്കെ 2m ആവണം. അപ്പോൾ അത് ഈക്വൽ ആണെങ്കിൽ മാത്രമേ, പിന്നെ ഇവിടെ ഏത് മാസ് വെച്ചാലും കുഴപ്പമില്ല. കോർണേഴ്സിലുള്ള മാസ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ സെൻട്രലിൽ ഇപ്പോൾ എമ്മോ 2m 3m ഏത് വെച്ചാലും നെറ്റ് ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഈ 3 മാസും കാരണം ഈ സെൻട്രലിലുള്ള ഫോഴ്സ് 0 ആയിരിക്കും. ഇൻഡിവിജ്വൽ ഫോഴ്സസ് ഉണ്ടാവും, നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യാം? പ്രത്യേകം ഒന്ന് അറിഞ്ഞിരിക്കുക. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ ദ പോയിന്റ് ഓഫ് എൻട്രൻസ്. ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എൻട്രൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. സോ അതിനെപ്പറ്റി നിങ്ങൾ വറീഡ് ആവണ്ട. സോ ആദ്യത്തെ സെഷൻ ഫോഴ്സ് കഴിഞ്ഞു. ദെൻ അടുത്ത സെഷനിലേക്ക് പോയി നോക്കാം. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഇതിന്റെ നോട്ടൊക്കെ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നോട്ട് ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. സോ നോട്ടിനെ പറ്റി ഞാൻ പ്രത്യേകം നോട്ട് ഇങ്ങനെ വായിക്കൂല, ബട്ട് ആ കൺസെപ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. നിങ്ങൾക്ക് നോട്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ എഴുതിയെടുക്കാം. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇത് എർത്ത് ആണെന്നുണ്ട്. ഓക്കെ, ഈ എർത്തിലെ സർഫസ് ആയിക്കോട്ടെ, അതിന്റെ ചുറ്റുള്ള അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, അതെന്തായാലും ശരി, ഒരു ബോഡിനെ വെച്ചാൽ എർത്ത് അതിന്റെ സെൻട്രലോട്ട് പിടിച്ച് അട്രാക്ട് ചെയ്യും. ഓക്കെ, അതിനെ സെൻട്രലോട്ട് പിടിച്ച് വലിക്കും, മീൻസ് അട്രാക്ട് ചെയ്യും. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ അത് പിടിച്ചു വലിക്കുമ്പോൾ ആ ബോഡി സ്വാഭാവികമായിട്ടും താഴോട്ട് പോകും. സോ ആ ബോഡി താഴോട്ട് പോകുന്ന ഒരു ആക്സിലറേഷൻ ഉണ്ട്, അതിനാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതൊരു ആക്സിലറേഷൻ ആണ്, ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ. സോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, സോ അതൊക്കെ ഈ പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട്, പ്രത്യേകം നോക്കുക. ഗ്രാവിറ്റേഷൻ കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാൻ കുറെ ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ സ്മോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഹോൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എം എന്ന് ഈ ചാപ്റ്ററിൽ കണ്ടാൽ അപ്പം മനസ്സിലാക്കണം മാസ് ഓഫ് എർത്ത് ആണ്. ഇനി ചാപ്റ്ററിൽ ക്യാപിറ്റൽ എം കണ്ടാൽ അപ്പം മനസ്സിലാക്കിക്കൊണ്ടു അത് മാസ് ഓഫ് എർത്ത് ആണ്. ക്യാപിറ്റൽ ആർ കണ്ടാൽ മനസ്സിലാക്കണം റേഡിയസ് ഓഫ് എർത്ത് ആണ്, റേഡിയസ് ഓഫ് എർത്ത് ആണ്. എർത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കണം, 6400 കിലോമീറ്റർ ആണ് റേഡിയസ് ഓഫ് എർത്ത്. മാസ് ഓഫ് എർത്ത് അതും കോൺസ്റ്റന്റ് ആണ്, അത് ഓർത്ത് വെക്കണം, 5.98 ഇൻറ്റു 10⁻²4 കിലോഗ്രാം ആണ് എർത്തിന്റെ മാസ്. ഇതൊക്കെ അറിയില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം നോക്കി വെക്കുക. ജിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്, നിങ്ങൾ പുസ്തകത്തിലില്ല ബട്ട് എൻട്രൻസിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്, ജി ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ അതേപോലെ റോ ക്യാപിറ്റൽ ജി. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ എർത്ത് ആണ്. വെറും ഡെൻസിറ്റി അല്ല, മീൻ ഡെൻസിറ്റി ഓഫ് എർത്ത് ആണ്, മീൻ ഡെൻസിറ്റി ഓഫ് എർത്ത്. ഇത് വെച്ചിട്ട് നിറയെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആർ റേഡിയസ്, ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇക്വേഷൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത്, ദ വാല്യൂ ഓഫ് ജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിന്റെ മാസിനെയും എർത്തിന്റെ റേഡിയസിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് ആ ബോഡിന്റെ മാസ്, ഇപ്പൊ സപ്പോസ് ഒരു ബോഡി ജസ്റ്റ് വിചാരിക്കുക, സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോഡി, ഒരു എം മാസ് ഉള്ള ബോഡി താഴോട്ട് വരികയാണ്, അതിന്റെ മാസും ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓക്കെ, സോ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു ആന എന്തെങ്കിലും പറഞ്ഞിട്ടാലും ഒരു ഉറുമ്പ് വന്നാലും ഒക്കെ ഒപ്പാണ് എത്തുക, കാരണം ആക്സിലറേഷൻ അതിന്റെ എത്ര ആയിരിക്കും? 9.8 എന്നായിരിക്കും. അതിന്റെ മാസിന് അതൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പിന്നെ ദ വാല്യൂ ഓഫ് ജി ഈസ് കോൺസ്റ്റന്റ് എവരിവെയർ ഓൺ എർത്ത് സർഫേസ് വിച്ച് ഈസ് എ ഫുൾ സ്പിയർ. അതെന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ജി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. ലോകത്തിലല്ല, യൂണിവേഴ്സിൽ എവിടെ പോയാലും അതിന്റെ വാല്യൂ അത് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി വാരിയേഷൻ ഓഫ് ജി. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തൊക്കെ കാരണമാണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറാനുള്ള കുറച്ച് കാരണങ്ങൾ. ഓക്കെ, ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അത് പ്രത്യേകം ഒന്ന് നോക്കാം. സോ വളരെ പെട്ടെന്ന് പോകണം. എഫക്റ്റ് ഓഫ് ഹൈറ്റ്, ഹൈറ്റ് മാറുമ്പോൾ ജി മാറും. ഡെപ്ത്, ഒരു ഡെപ്ത് എർത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ജി മാറും.
എർത്തിന്റെ ഷേപ്പ് കാരണം ജി മാറുന്നുണ്ട്. എഫക്റ്റ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് കറങ്ങുന്നത് കാരണം ജി മാറുന്നുണ്ട്. സോ നമുക്ക് ആദ്യം എഫക്റ്റ് ഓഫ് ഹൈറ്റ് നോക്കാം. ഹൈറ്റ് മാറുമ്പോൾ എങ്ങനെ മാറുന്നത് നോക്കാം. സോ എഫക്റ്റ് ഓഫ് ഹൈറ്റ്, ഓക്കെ, എഫക്റ്റ് എന്താ പറയാ ഓഫ് ഹൈറ്റ് മാറുമ്പോൾ എങ്ങനെ നമ്മളെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുന്നു നോക്കാം. സോ സപ്പോസ് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. സപ്പോസ് ഇതാണ് എർത്ത്, ഓക്കെ, സപ്പോസ് ഇതാണ് എർത്ത്. അപ്പോൾ ഇതാണ് എർത്ത്, എർത്തിന്റെ റേഡിയസ് സെന്റർ ഇതാണ്, പിന്നെ എർത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R ആണ്. ഓക്കെ, എർത്തിന്റെ സർഫസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരു ബോഡിനെ നേരെ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ഒരു ഹൈറ്റ് എച്ചിലേക്ക് എടുത്തു. ഒരു ഹൈറ്റ് എച്ചിലേക്ക് എടുത്താൽ ആ ഹൈറ്റ് എച്ചിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ജി എച്ച് എന്ന് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എച്ച് എന്ന് പറഞ്ഞ സർഫസ് എന്നാണ് എടുക്കേണ്ടത്. ആർ എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഓക്കെ, സോ ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. സോ ഇതാണ് ജനറൽ ഇക്വേഷൻ. ബട്ട് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. സപ്പോസ് നമ്മൾ ക്വസ്റ്റ്യനിൽ എച്ച് വെരി 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 ലെസ് ദാൻ ആർ, അതായത് എർത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6400 കിലോമീറ്റർ ആണ്. പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ആകെ എച്ച് 10 കിലോമീറ്റർ ആണ്. സോ 10 ആണോ 6000 ആണോ വലുത്? 10 ആണ് ഏറ്റവും ചെറുത്, 6000-നേക്കാൾ എത്രയോ ചെറുതാണ്. സോ അങ്ങനെ തന്നാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യരുത്. അങ്ങനെ തന്നാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ഇഫ് എന്താ പറയാ എച്ച് വെരി 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 ലെസ് ദാൻ ഓഫ് ആർ എന്ന് വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ മിക്കവാറും ഇത് വെച്ചിട്ട് ചെയ്യാനാവും ചോദിക്കുക, കാരണം കിലോമീറ്റർ വളരെ ലെസ് ആയിട്ടാവും ചോദിക്കുക. ഓക്കെ, ഇനി ഇവിടുന്ന് കിട്ടുന്ന ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ, നമ്മൾ ഒരു കുറെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു വരും. ഓക്കെ, സോ ജി ഡിഗ്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ദ വാല്യൂ ഓഫ് ജി ഡിഗ്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. സോ കുറെ ഹൈറ്റിലേക്ക് പോകുന്നിടത്തോളം ജിന്റെ വാല്യൂ കുറഞ്ഞ് അവസാനം എന്ത് ചെയ്യും, അത് മുകൾക്ക് പോകുന്നിടത്തോളം 0 ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ, വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്തത് വേരിയേഷൻ ഓഫ് ഡെപ്ത്. ഓക്കെ, എഫക്റ്റ് ഓഫ് ഡെപ്ത്, അതായത് ഡെപ്തിലേക്ക് പോകുമ്പോഴും നമ്മളെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുന്നുണ്ട്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. വേരിയേഷൻ ഓഫ് ഡെപ്ത്. സോ സപ്പോസ് വിചാരിക്കുക ഇതാണ് നമ്മൾ എർത്ത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതാണ് എർത്തിന്റെ സർഫസ്. സോ എർത്തിന്റെ സെന്റർ ഇതാണ്. ഓക്കെ, അപ്പൊ എർത്തിന്റെ സെന്റർ ഇതാണ്. സോ സ്വാഭാവികമായിട്ടും എർത്തിന്റെ സെന്ററിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം ക്യാപിറ്റൽ R ആണ്, റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. സപ്പോസ് ഇവിടെയുള്ള ഒരു സബ്സ്റ്റൻസിനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അതായത് ഭൂമിക്ക് കുഴിച്ച് ഒരു ഡി ഡെപ്തിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഡി ഡെപ്തിലേക്ക് കൊണ്ടുവന്നു. ഡി എന്ന് പറഞ്ഞ ഡെപ്ത് ആണ്. ഡി ഈസ് ഈക്വൽ ടു ഡെപ്ത് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താ പറയാ, ഈ ഡി ഡെപ്തിലേക്ക് കൊണ്ടുവന്നാൽ ആ സമയത്ത് ഈ പോയിന്റിൽ ഉണ്ടാവുന്ന പുതിയ ആക്സിലറേഷൻ ജി ഡി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആയിരിക്കും. ആർ എന്ന് പറഞ്ഞാൽ അറിയാലായിരിക്കും. സോ വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ്. ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. സോ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ, നമ്മളൊരു ബോഡിനെ ഡെപ്തിലേക്ക് കൊണ്ടുവരുമ്പോഴും എന്ത് കുറയും, ജി കുറയും. സോ വാല്യൂ ഓഫ് ജി ഡിഗ്രീസസ്. സോ വാല്യൂ ഓഫ് ജി ഡിഗ്രീസസ് എന്താ പറയാ, വിത്ത് ഡെപ്ത്. അപ്പോൾ ഒരു ബോഡിനെ എന്ത് ചെയ്യും, കുറെ ഹൈറ്റിലേക്ക് കൊണ്ടുവന്നാലും, ഇപ്പോൾ ഒരു ബോഡിനെ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റിലേക്ക് കൊണ്ടുവന്നാലും ജി കുറയും. അതേപോലെ ആ ബോഡിനെ താഴേക്ക് കൊണ്ടുവന്നാലും ജി എന്ത് ചെയ്യും, കുറയും. ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും, സർഫസിലായിരിക്കും ജി കൂടുതൽ. എത്ര, 9.8 ആയിരിക്കും. താഴോട്ട് പോകുമ്പോഴും മുകൾക്ക് പോകുമ്പോഴൊക്കെ ജിന്റെ വാല്യൂ കുറയും. സോ അത് പ്രത്യേകം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. സോ ഡെപ്തും ഹൈറ്റും കിട്ടി. ഇനി പെർസെന്റേജ് ഇൻക്രീസ്. ഓക്കെ, പെർസെന്റേജ് എന്താ പറയാ, ഡിഗ്രീസ് ഇൻ എന്താ പറയാ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് എക്സാമിന് ചോദിക്കും. ഫൈൻഡ് ദ പെർസെന്റേജ് ഡിഗ്രീസ് ഓർ ഇൻക്രീസ് ഇൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ആദ്യം പെർസെന്റേജ് എന്താ പറയാ ഓഫ് എന്താ പറയാ ഹൈറ്റ്. പെർസെന്റേജ് ഡിഗ്രീസ് ഇൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു കനാൽ ഇക്വേഷൻ ആണ് ജി മൈനസ് ജി എച്ച് ബൈ എന്താ പറയാ ജി ഇൻറ്റു 100. സോ ഇതാണ് പെർസെന്റേജ് ഡിഗ്രീസ് ഇൻ ഹൈറ്റിൽ ഉണ്ടാവുന്ന ഡിഗ്രീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർസെന്റേജ് എന്താ പറയാ ഡിഗ്രീസ് ഓർ ഇൻക്രീസ് ഇൻ ഹൈറ്റ്, അതാണ് വേറൊരു ഇക്വേഷൻ ഉണ്ട്, 2h ബൈ ക്യാപിറ്റൽ R ഇൻറ്റു 100 യൂസ് ചെയ്യാം. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യനിൽ ഇഫ് എച്ച് വെരി 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 ലെസ് ദാൻ ഓഫ് ആർ വരികയാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ 10 കിലോമീറ്ററും 6400 കിലോമീറ്റർ. സോ പെർസെന്റേജ് ഡിഗ്രീസ് ഇൻ ഹൈറ്റ് കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്ത് ഉണ്ട്. ഓക്കെ, പെർസെന്റേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് പെർസെന്റേജ് ഓഫ് ഹൈറ്റ്. ഓക്കെ, ഇനി ഇതിലും വേറൊരു കേസും കൂടെ ഉണ്ട്.
അപ്പോൾ ഈ അടുത്തത് ഇതാണ് കോമൺ ഇക്വേഷൻ, പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യാം. ഇനി അടുത്തത് വേറെ ഇക്വേഷൻ, ഇഫ് എച്ച് ഈസ് ഓക്കെ, ഇപ്പൊ ഹൈറ്റ് ഈസ് എന്താ പറയാ നോട്ട് ഈസ് എച്ച് ഈസ് നോട്ട് വെരി എന്താ പറയാ ലെസ് ദാൻ ആർ, ലെസ് ദാൻ എന്താ പറയാ ലെസ് ദാൻ ആറിനേക്കാൾ വളരെ എച്ച് അത്രത്തോളം. ഇപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു 6500 കിലോമീറ്റർ ആണ്, ആർ എന്ന് പറഞ്ഞാൽ 6400. സോ എന്താ പറയാ അത് അത്രത്തോളം ഡിഫറൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ വളരെ അടുത്താണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം വളരെ അടുത്താണെങ്കിൽ പെർസെൻറ്റേജ് ഹൈറ്റ് കാണാനാ പറയാം. ഈസ് ഈക്വൽ ടു അടുത്ത ഇക്വേഷൻ 1 മൈനസ് r by 1 minus r by r plus h the whole square into 100 ആയിട്ട്, r plus h the whole square into 100 ആയിട്ട്. സോ വളരെ എളുപ്പമുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ ഹൈറ്റ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ഡെപ്ത് അഥവാ ഇനി പെർസെൻറ്റേജ് എന്താ പറയുക ഡിഗ്രീസ് ഓർ ഇൻക്രീസ് ഇൻ ഡെപ്ത്. അപ്പൊ ഇതുവരെ ഹൈറ്റ് ആണ് കണ്ടുപിടിച്ചത്. സോ ഡെപ്ത് കാണാൻ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, അത് നേരെ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. പെർസെൻറ്റേജ് ഡിഗ്രീസ് ഇൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ d by r into 100 എന്ന് എഴുതാൽ മതി. ഡി എന്ന് പറഞ്ഞ ഡെപ്ത് നമ്മൾ കണ്ടുപിടിക്കും, തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഡെപ്ത്. ഇപ്പൊ ഹൈറ്റിന് 3 ഇക്വേഷനും ഡെപ്തിന് ഒറ്റ ഇക്വേഷൻ. സോ അതോടുകൂടെ അതും കഴിഞ്ഞു. ഇനി വളരെ പെട്ടെന്ന് പോവാണ്. ഇനി ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അതായത് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ഗ്രാഫാണ്. ഓക്കെ, അതായത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എർത്ത്. അതായത് നമ്മൾ എർത്തിന്റെ സെന്ററിന് എന്ത് ചെയ്തു, ആദ്യം സർഫസിലേക്ക് പോയി, പിന്നെ സർഫസിന് മുകളിലേക്ക് പോയാൽ എന്ത് ചെയ്യും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഒരു ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. സോ ഈ ഗ്രാഫ് അതേപോലെ കാണാപ്പാടം പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഗ്രാഫ്. സോ ഗ്രാഫില് എന്താ പറയാ വളരെ എളുപ്പമുള്ള ഒരു ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ സോറി. സോ ഗ്രാഫ് എങ്ങനെ ആയിക്കോട്ടെ, ഗ്രാഫിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞുതരും. സോ ഗ്രാഫിൽ ഈ ഭാഗം എന്താ പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്. അതേപോലെ ഈ ഭാഗം ഡിസ്റ്റൻസ് ആണ്, ഓക്കെ, സോ ഈ ഭാഗം ഡിസ്റ്റൻസ് ആണ്. ഇനി ഗ്രാഫിന്റെ ഷേപ്പ് കണ്ടോളൂ. ഓക്കെ, ഗ്രാഫിന്റെ ഷേപ്പ് ഇത് ഒറിജിൻ ആണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് എർത്ത് ആണ്. സോ ഇതുവരെ ഇങ്ങനെ പോകും. സോ അവിടുന്ന് എന്ത് ചെയ്യും ഈ സാധനം, അപ്പൊ അവിടുന്ന് ഈ സാധനം എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ പോകും. സോ അപ്പൊ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒ എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ, ഈ ഒ എന്നുള്ള പോയിന്റ് ഇവിടെ എന്താ പറയാ സെന്റർ ഓഫ് എർത്ത് ആണ്. പിന്നെ സെന്റർ ഓഫ് എർത്ത് മുതൽ ഈ ഒരു പീക്ക് വരെ ഇൻസൈഡ് ദ എർത്ത് സർഫസ് ആണ്, സർഫസ് ഇൻസൈഡ് ആണ്. പിന്നെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ അച്ച് സർഫസ് ആണ്, ഈ പോയിന്റ് പറഞ്ഞാൽ അച്ച് സർഫസ് ആണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണേ, എർത്ത് സർഫസിന് വിട്ട് എർത്ത് സർഫസിന് പുറത്താണ്. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പ്രൊപ്പോർഷണൽ ടു ആർ ആയിരിക്കും ഇൻസൈഡ് ഉള്ള ഭാഗത്ത്, അത് എക്സാമിന് ചോദിക്കും. പിന്നെ സർഫസിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സർഫസിലായിരിക്കും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ ഔട്ട്സൈഡിൽ ജിയും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ജി പ്രൊപ്പോർഷണൽ ടു 1/r² ആയിരിക്കും. അപ്പോൾ ഈ ഗ്രാഫ് പല പ്രാവശ്യം നീറ്റിനും IITക്കും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ഇതാണ് ഗ്രാഫ്. ബട്ട് ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഈ ഗ്രാഫ് എന്ത് ചെയ്യും, നിങ്ങൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഈ ഗ്രാഫും ഉണ്ടാവും, അതേപോലെ വേറൊരു ഗ്രാഫും കൂടെ ഉണ്ടാവും. ഓക്കെ, രണ്ട് ഗ്രാഫ് ചിലപ്പോൾ നിങ്ങൾക്ക് തരും. ഓക്കെ, ശരിക്കും ഇതാണ് കറക്റ്റ് ഗ്രാഫ്. പക്ഷേ നിങ്ങളോട് എക്സാമിന് ചോദിക്കും, എക്സാമിന് എന്ത് ചെയ്യും, ചിലപ്പോൾ നീറ്റ് പോലത്തെ എക്സാമിന് രണ്ട് ഗ്രാഫ് തരും. ഓക്കെ, ഇതേപോലത്തെ ഒരു ഗ്രാഫും കൂടെ തരും. ഓക്കെ, അത് ഇങ്ങനെയായിരിക്കും തരിക, മീൻസ് ഈ ഒരു ഗ്രാഫിനെ നേരെ തിരിച്ചിട്ട പോലെ ആയിരിക്കും തരിക. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫിനെ നേരെ തിരിച്ചിട്ട പോലെ ആയിരിക്കും തരിക. അപ്പൊ അങ്ങനെ തിരിച്ചിട്ട പോലെ തന്നാൽ, ഓക്കെ, അങ്ങനെ തിരിച്ചിട്ട പോലെ തന്നാൽ ഓപ്ഷനിൽ ഈ രണ്ട് ഗ്രാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ കുത്തും, നിങ്ങൾ ഈ ഓപ്ഷനെ കുത്താൻ പാടുള്ളൂ. ഓക്കെ, ഓപ്ഷനിൽ ഈ രണ്ട് ഗ്രാഫ് ഉണ്ടെങ്കിൽ ഈ ഗ്രാഫ് കുത്തുക. IITക്ക് മാത്രമേ അങ്ങനെ ചോദിക്കുള്ളൂ, കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കൂല. ഓപ്ഷനിൽ രണ്ട് ഗ്രാഫ് ഉണ്ടെങ്കിൽ ഈ ഗ്രാഫ് കുത്തുക. ഓക്കെ, ഓപ്ഷനിൽ എന്താ പറയാ ഈ ഗ്രാഫിൽ ഇത് മാത്രം, ഇതാണ് മോർ ആക്യുറേറ്റ്, ഇതാണ് മോർ ശരി. ഓക്കെ, രണ്ട് ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇത് കുത്തുക. ഓക്കെ, അല്ലെങ്കിൽ സാധാ പോലത്തെ ഇത് തന്നെ കുത്തുക. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. സോ നമ്മൾ ടൈം വളരെ അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത്, ഓക്കെ, ഇനി വളരെ പെട്ടെന്ന് ഞാൻ പോകട്ടോ. സോ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തത്, ഇതൊക്കെ ഗ്രാവിറ്റേഷൻ എൻട്രൻസ് തിയറികളാണ്. ഓക്കെ, ഇനി അടുത്തത് എഫക്റ്റ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത്. ഓക്കെ, എഫക്റ്റ് എന്താ പറയാ ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത്. അതായത് എഫക്റ്റ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ എർത്ത് കറങ്ങുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, എർത്ത് കറങ്ങുമ്പോഴും അപ്പൊ ഇത് എർത്താന്ന് വിചാരിക്കുക, എർത്ത്. ഓക്കെ, എർത്തിന്റെ നടുകൂടെ ഒരു ആക്സിസ് പോകുന്നുണ്ട്, അതിന് റെസ്പെക്ട് ആയിട്ടാണ് കറങ്ങുന്നത്. പിന്നെ എന്ത് ചെയ്തു, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതാണ് എർത്തിന്റെ ഇക്വിറ്റോറിയൽ പ്ലെയിൻ. ഓക്കെ, അതാണ് ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. സോ അതാണ് ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുന്ന് ഓക്കെ, അത് പിന്നെ ഇവിടെ സെന്റർ ഉണ്ടാവും. സോ ഇവിടുന്ന് ഏതൊരു ഭാഗത്തുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സോ ഈ ഇക്വിറ്റോറിയൽ പ്ലെയിനും
ആ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ലാംഡ. ഇത് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, ഈ ഭാഗം ഇക്വേറ്റർ ആണ്, ഈ മുകളിലത്തെ ഭാഗം പോളാണ്. ഓക്കെ, അപ്പോൾ ഇക്വേറ്ററിൽ ലാംഡന്റെ വാല്യൂ 0 ഡിഗ്രി ആയിരിക്കും. പോളിൽ ലാംഡന്റെ വാല്യൂ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പോളിൽ ലാംഡന്റെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് റൊട്ടേഷൻ കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാൻ പറഞ്ഞാൽ യു ഹാവ് വെരി സിമ്പിൾ ഇക്വേഷൻ. നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം കൊടുത്താൽ മതി. ന്യൂ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ. ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സ്പീഡാണ്. ആംഗുലർ വെലോസിറ്റി ഓഫ് എന്താ പറയുക, ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയാം, ആംഗുലർ വെലോസിറ്റി ആണ്. ഓക്കെ, ആംഗുലർ വെലോസിറ്റി ഓഫ് എർത്ത്. ഓക്കെ, എർത്തിന്റെ ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ. ജി എന്ന് പറഞ്ഞാൽ 9.8. പിന്നെ ലാംഡ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി പ്രത്യേകം നോക്കുക. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ പോളിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും എന്താ പറയാ ഇക്വേറ്ററിനേക്കാൾ കൂടുതൽ. ഓക്കെ, പോളിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.83 ആയിരിക്കും, ഇക്വേറ്ററിലുള്ള 9.79 ആയിരിക്കും. സോ അതും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് ഓക്കെ, വെയ്റ്റ്ലെസ്നെസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത്. അപ്പോൾ വെയ്റ്റ്ലെസ്നെസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത് ഇത് വെറുതെ പറയാണ്. ഓക്കെ, അപ്പോൾ വെയ്റ്റ്ലെസ്നെസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് വെറുതെ നമുക്ക് എന്തായാലും പറയാം. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. വെയ്റ്റ്ലെസ്നെസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ തൊട്ടല്ലോ, അപ്പോൾ നമുക്ക് പറയാതെ പോകാൻ വയ്യ. അപ്പോൾ എന്തായാലും ഞാനത് അങ്ങോട്ട് പറഞ്ഞുതരാം. സോ നമുക്ക് കുറേ തീരാണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഫാസ്റ്റിൽ നമ്മൾ പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഫാസ്റ്റിൽ പോവും. സോ വെയ്റ്റ്ലെസ്നെസ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വെയ്റ്റ്ലെസ്നെസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. ഓക്കെ, സോ അതെന്താന്ന് നോക്കാം. വെയ്റ്റ്ലെസ്നെസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മളെ എർത്തിന്റെ ആംഗുലർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t ആണ് അല്ലെ. എർത്തിന്റെ ആംഗുലർ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2π ടൈം. ഒരു ദിവസം 24 ഹവറാണ്. 24 ഹവറിനെ 60 മിനിറ്റ് ആക്കി 60 സെക്കൻഡ് ആക്കി. സോ ഇത് ചെയ്താൽ ഇതായിരിക്കും എർത്തിന്റെ സ്പീഡ്. സോ നമ്മൾ എർത്ത് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഓക്കെ, ഈ സ്പീഡ് കൂടിയാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ ഒമേഗ കൂടി പെട്ടെന്ന് നമ്മൾ എർത്തിന്റെ സ്പീഡ് കൂടിയാൽ എന്ത് സംഭവിക്കുക, ദെൻ ദ വാല്യൂ ഓഫ് ജി ഡിക്രീസസ്. അപ്പൊ പെട്ടെന്ന് എർത്തിന്റെ സ്പീഡ് കൂടിയാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ സ്പീഡ് എന്ത് ചെയ്യും, 0 ആവും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ എന്താ പറയാ, ഈ ഒമേഗ ഇങ്ങനെ കൂടുകയാണ്. അങ്ങനെ പെർട്ടിക്കുലർ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഡാഷിൽ എത്തിയാൽ എന്ത് ചെയ്യും, ഇക്വേറ്ററിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആവും. ഓക്കെ, അപ്പൊ ആ സമയത്തുള്ള ആൾക്കാർക്കൊക്കെ വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും. സോ അതുകൊണ്ടാണ് ആ സമയത്ത് അതിനെ വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഇനി അഥവാ എർത്തിന്റെ സ്പീഡ് കൂടിയാൽ, ഓക്കെ, അഥവാ എർത്തിന്റെ സ്പീഡ് എങ്ങാനും കൂടിയാൽ ഒരു ദിവസത്തെ ടൈം ഉണ്ടല്ലോ, അഥവാ എർത്തിന്റെ സ്പീഡ് അങ്ങോട്ട് കൂടിയാൽ ഒരു ദിവസത്തെ ടൈം 1.4 മണിക്കൂർ കൂടെ കൂടും. അതായത് 24 മണിക്കൂറിന്റെ കൂടെ 1.4 മണിക്കൂർ കൂടെ കൂടും. ഓക്കെ, അതേപോലെ തന്നെ പുതിയ എർത്തിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ പഴയ എർത്തിന്റെ സ്പീഡ് × 17 ആയിരിക്കും. ഒമേഗ എന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പൊ എർത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആംഗുലർ വെലോസിറ്റി. ഒമേഗ ഡാഷ് എന്ന് പറഞ്ഞാൽ പുതിയത്. സോ ഒമേഗ ഡാഷ് = 17 ഒമേഗ ആയിരിക്കും. സോ അതും കൂടെ പ്രത്യേകം പറഞ്ഞിരിക്കുക. സോ അത്രയേ ഉള്ളൂ. അപ്പൊ ടി ഡാഷ് പറഞ്ഞാൽ 1.4 ഹവേഴ്സ് ആയിരിക്കും. അപ്പൊ ചോദിക്കും, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒക്കെ ഡയറക്റ്റ് ആയിട്ട് വരും. അപ്പൊ അങ്ങോട്ട് കൊണ്ടു എഴുതി കൊടുക്കാം. ഇനി അടുത്തത് ഇതാ അവിടെ എഫക്റ്റ് ഓഫ് ഷേപ്പ് ഓഫ് എർത്ത്. അപ്പോൾ ഷേപ്പ് ഓഫ് എർത്ത്, അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കോപ്പി ചെയ്ത് തരാം. നേരത്തെ ഫുള്ള് കോപ്പി ചെയ്ത് കിട്ടിയതാ. ഓക്കെ, സോ എഫക്റ്റ് ഓഫ് എന്താ പറയാ, ഷേപ്പ് ഓഫ് എർത്ത്. ഓക്കെ, അപ്പൊ എഫക്റ്റ് ഓഫ് ഷേപ്പ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വലിയ സംഭവമാണ്, കാര്യങ്ങളൊന്നുമല്ല. സോ വളരെ സിമ്പിൾ ആണ് എഫക്റ്റ് ഓഫ് ഷേപ്പ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. സോ എഫക്റ്റ് ഓഫ് ഷേപ്പ് ഓഫ് എർത്ത്, അതായത് എർത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എലിപ്സ് ആണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. എർത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എലിപ്സ് ആണ്. സോറി, ഹെലിക്സ് അല്ല, എലിപ്സ് ആണ്. എലിപ്സിന് എന്തുണ്ടാവും, ഈ ഭാഗത്തായിരിക്കും പോൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഭാഗത്ത് ഏത് ഭാഗത്ത്, മുകളിൽ പോൾ ഉണ്ടാവും. ഓക്കെ, മുകളിലാണ് പോൾ ഉണ്ടാവുക. അതേപോലെ താഴെയാണ് ഇക്വേറ്റർ ഉണ്ടാവുക. ഓക്കെ, പിന്നെ പോളിന്ന് ഇതാണ് സെന്റർ. സെന്ററിൽ നിന്ന് ഇക്വേറ്ററിലുള്ള റേഡിയസ് ആണ് RE. അതേപോലെ സെന്ററിൽ നിന്ന് പോളിക്കുള്ള റേഡിയസ് ആണ് RP. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും RE ഗ്രേറ്റർ ദാൻ RP ആയിരിക്കും. അതേപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഗ്രേറ്റർ ദാൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പോൾ ഗ്രേറ്റർ ദാൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. സോ ഷേപ്പ് കാരണം എന്തുണ്ടാവുന്നുണ്ട്, മാറുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സംഭവം കൂടെ പെട്ടെന്ന് എടുക്കണം. ഓക്കെ, സമയം ഉണ്ടോ? സമയമുണ്ട്. ഓക്കെ, പരമണിക്കൂർ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളുണ്ട്. സോ അത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പറയും. ഓക്കെ, സോ ഗ്രാവിറ്റേഷൻ ഫീൽഡ് നമ്മൾ വായിക്കൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം. സോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മളൊരു മാസ് M ഇവിടെ വെച്ചിട്ടുണ്ട്.
ഓക്കെ, ആ മാസ് എമ്മിന് ഒരു ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറിയിൽ വേറെ ഏത് മാസിനെ വെച്ചാലും അതിനെ പിടിച്ച് അതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു വിത്തിൻ ദാറ്റ് ബൗണ്ടറി അത് വേറെ ആരെ വെച്ചാലും അട്രാക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ബൗണ്ടറിക്ക് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. സപ്പോസ് ആ ബൗണ്ടറിക്ക് പുറത്ത് വെച്ചാൽ ഇതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് എ സ്പേസ് അറൌണ്ട് എ ബോഡി വിത്തിൻ വിച്ച് അനദർ ബോഡി എക്സ്പീരിയൻസ് ദിസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇനി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇന്റൻസിറ്റി അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി അത് കാണാനുള്ള ഇക്വേഷൻ, സപ്പോസ് ഇതാണ് നമ്മളെ എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. സോ ഇവിടുന്ന് ഓക്കെ, ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ്. സപ്പോസ് ഞാൻ എന്ത് ചെയ്തു, സെന്ററിൽ നിന്ന് പി എന്നുള്ള പോയിന്റിൽ ഒരു സ്മോൾ എം മാസ് വെച്ചിട്ടുണ്ട്. സ്മോൾ എം ആണ്. സെന്ററിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം സ്മോൾ ആർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മൾ ഇ എന്ന ഡിനോട്ട് ചെയ്യുക. അത് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഹോൾ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ സ്ക്വയർ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ എം എന്ന് പറഞ്ഞാൽ ഈ മാസ് അല്ല, മാസ് ഓഫ് എർത്ത് ആണ്. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എവിടെ ആയിക്കോട്ടെ മാസ് ഓഫ് എന്തായിരിക്കും, എർത്ത് ആയിരിക്കും. സോ ദിസ് ഈസ് എ ജനറൽ ഇക്വേഷൻ ടു ഫൈൻഡ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഫസ്റ്റ് കുട്ടികളുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിന് ഇതേപോലത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഇത് പ്രത്യേകം നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഹോൾ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി വേറൊരു ഗ്രാഫ് ഉണ്ട്. എന്താ വെച്ചാൽ ഇതിനൊരു ഗ്രാഫും കൂടെ നമ്മൾ എടുക്കണം. വേരിയേഷൻ, ഓക്കെ, വേരിയേഷൻ ഓഫ് എന്താ പറയുക, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഫീൽഡ് ഓഫ് എർത്ത്. ഓക്കെ, ഫീൽഡ് ഓഫ് എന്താ പറയുക, എർത്ത് വിത്ത് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ വാരി ചെയ്യുന്നതാണ് പഠിക്കുന്നത് മീൻസ് അതൊരു ഗ്രാഫാണ്. സോ ഗ്രാഫ് നേരെ അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ നമ്മുടെ ഗ്രാഫ് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേപോലെ ആക്സിസ് ഒക്കെ മാർക്ക് ചെയ്ത് തരാം, അതിനെ പറ്റിയൊന്നും ബേജാറാവണ്ട. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയൊന്നും ബേജാറാവണ്ട. സോ ആദ്യം നേരെ ഇങ്ങനെ വരച്ചു. നേരത്തെ നമ്മൾ വരച്ചില്ലേ അതേപോലത്തെ ഒരു ഗ്രാഫാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, സോറി, നേരത്തെ നമ്മൾ വരച്ച അതേ ഒരു ഗ്രാഫ്, യാതൊരു വ്യത്യാസവും ഇല്ല. സോ നേരത്തെ നമ്മൾ വരച്ച അതേ ഒരു ഗ്രാഫ്. ഓക്കെ, സോ ഈ ഗ്രാഫ് തന്നെ വരുന്നത്. ഇവിടെ പ്രത്യേക ഒരു മാറ്റം എന്താ വെച്ചാൽ ഈ ഭാഗത്ത് എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ ഫീൽഡിന്റെ ഇ വന്നു. സോറി, ഇലക്ട്രിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ ഇ വന്നു. ഈ ഭാഗത്ത് ഡിസ്റ്റൻസ് വന്നു. ഈ നടുവത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് ആണ് എന്ത്, എർത്തിന്റെ സർഫസ്. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഇത് ഇൻസൈഡ് ആയിരിക്കും. ഈ കുൻപ് നേരത്തെ പറഞ്ഞ പോലെ സർഫസ് ഇത് ഔട്ട്സൈഡ് ആയിരിക്കും. ഓക്കെ, ഔട്ട്സൈഡിൽ എന്തായിരിക്കും, ഇ പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ ആയിരിക്കും. ഇവിടെ ഇ പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സെൻട്രൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ ആയിരിക്കും ഇലക്ട്രിക്കൽ ഫീൽഡ്. ഓക്കെ, സോ അതും കൂടെ പ്രത്യേകം ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഇതേപോലത്തെ 2-3 കാര്യങ്ങൾ കൂടെ പഠിക്കാണ്ട്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ പ്രത്യേകം നോക്കി വെക്കുക. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇത് പ്രത്യേകം ഒരു കൺസെപ്റ്റ് ആണോ. സോ ഗ്രാവിറ്റേഷണൽ എന്താ പറയാ, ഫീൽഡ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഡ്യൂ ടു സം സ്പെഷ്യൽ ബോഡീസ്. ചില സ്പെഷ്യൽ ബോഡീസ് കാരണമുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മളൊരു സോളിഡ് സ്പിയറിനെ എടുക്കാം. ഓക്കെ, ആദ്യം നമ്മളൊരു സോളിഡ് എന്താ പറയാ സ്പിയറിനെ എടുക്കുക. അപ്പൊ ആദ്യം നമ്മളൊരു സോളിഡ് സ്പിയർ എടുത്തു. അപ്പൊ സോളിഡ് സ്പിയറിന്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, സോളിഡ് സ്പിയറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉള്ളിൽ മൊത്തം സോളിഡ് ആയിരിക്കും, ഹോളോ അല്ല. ഇവിടൊക്കെ മൊത്തം എന്തായിരിക്കും, മാസ് ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മാസ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ മാസ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ മാസ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. സോ സപ്പോസ് എന്താ പറയാ, ഈ സോളിഡ് സ്പിയർ വെച്ചു. ഈ സോളിഡ് സ്പിയറിൽ എന്ത് ചെയ്തു, സോളിഡ് സ്പിയറിന്റെ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ, റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, സ്മോൾ ആർ ആണ്. അതേപോലെ ഇവിടെ ഒരു മാസ് വെച്ചു. ഈ ഭാഗത്ത് എന്താ പറയാ, ഈ ഭാഗത്ത് ഇവിടെ ഒരു മാസ് വെച്ചു അല്ലെ, പുറത്ത്. അപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഇനി ഇവിടെ കാണാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ്, സോളിഡ് സ്പിയറിന്റെ പുറത്തുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈ ഔട്ട് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഹോൾ ഡിവൈഡ് ബൈ സ്മോൾ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഒന്നാമത്തെ ഇക്വേഷൻ. ഈ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഈ മാസ് ഓഫ് ദ സ്പിയർ ആണ്. ദെൻ ഇതിന്റെ സർഫസിൽ ഈ സർഫസ്, ഓക്കെ, ഈ സർഫസ് എത്ര കിട്ടും, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഹോൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇനി ഈ സർഫസ് കിട്ടി. ഇനി ഈ ഇൻസൈഡ്. ഓക്കെ, ഈ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ ഉള്ളിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഈ ഭാഗത്തേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എത്ര ചോദിച്ചാൽ നമുക്ക് പറയാം ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ ആർ ഹോൾ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഓക്കെ, സ്മോൾ ആർ എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം, ഈ എന്താ പറയാ സെന്റർ. ഒരു സോളിഡ് സ്പിയറിന്റെ സെന്ററിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ടാവില്ല. സോ ഈ സെന്റർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഇതൊക്കെ കൂടെ ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് ആ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ വരും അറിയാം. നേരത്തെ വരച്ച അതേപോലെ ഇങ്ങനെ വരയ്ക്കുക, നേരെ ഇങ്ങനെ താഴോട്ട് വരും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇ ആയിരിക്കും, ഇവിടെ ഇങ്ങോട്ട് ആർ ആയിരിക്കും. സോ ആ ഗ്രാഫും കൂടെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി അപ്പൊ ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫീൽഡ്. അപ്പൊ ഇത് സോളിഡ് സ്പിയർ അല്ലേ. ഒരു ഹോളോ സ്പിയർ വെച്ചു. ഹോളോ സ്പിയറിൽ ഇതേപോലെ ആയിരിക്കും. അപ്പൊ ഷേപ്പ് എന്താ പറയാ, ഹോളോ സ്പിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ പൊള്ളയായിരിക്കും, ഒരു തേങ്ങ ഉണ്ടാവില്ല. ഓക്കെ,
അപ്പോൾ ഹോളോസ്ഫിയർ ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാപിറ്റൽ എം ആയിരിക്കും. അപ്പോൾ ഇതിന്റെ റേഡിയസ് r ക്യാപിറ്റൽ എം ആയിരിക്കും. സപ്പോസ് അതിന്റെ ഔട്ട്സൈഡ് ഒരു പോയിന്റ് പി ഉണ്ട്. സോ ഔട്ട്സൈഡിലുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഓൾ ഡിവൈഡ് ബൈ സ്മോൾ r സ്ക്വയർ ആയിരിക്കും. തൊട്ടുള്ള ദൂരമാണ് r സ്ക്വയർ. ഇനി അടുത്തത് സർഫസിൽ എത്രയായിരിക്കും? സർഫസിൽ കാണാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ r സ്ക്വയർ ആണ്. ഈ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്പിയറിന്റെ ഇൻസൈഡില് 0 ആയിരിക്കും. അതേപോലെ ഈ സ്പിയറിന്റെ സെൻട്രലും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഹോളോ സ്പിയറിന്റെ സെൻട്രലും അതേപോലെ തന്നെ അതിന്റെ ഉള്ളിലും എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈ 0 ആയിരിക്കും. ഓക്കെ, അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. ഓക്കെ, സോ ഇത് മതി. ഓക്കെ, ഇനി നമുക്ക് രണ്ടെണ്ണം കൂടെ പഠിക്കാണ്ട്. സോ രണ്ടെണ്ണം പഠിക്കാണ്ട്. അപ്പൊ അതും കൂടെ പഠിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, സോ അപ്പൊ ഹോളോസ്ഫിയർ കഴിഞ്ഞു അല്ലെ? അപ്പൊ ഹോളോസ്ഫിയർ കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഞാൻ വരച്ചിട്ടില്ല. ഞാൻ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഗ്രാഫ്. കാരണം എന്താ വെച്ചാൽ അത് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് വരക്കണം. അപ്പൊ അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കണം. സോ ഇവിടെ ഇതുവരെ ഇലക്ട്രിക്കൽ ഫീൽഡ് E ആയിരിക്കും. സോ ഇലക്ട്രിക്കൽ ഫീൽഡ് മാറി പറയുകയാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആണ്. ഇവിടെ R ആയിരിക്കും. പിന്നെ ഇതിന് ഇങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ ഈ പോയിന്റ് സർഫസ് ആണ്. സർഫസ് മുതൽ എന്താ പറയാ ഔട്ട്സൈഡ് വരെയുള്ള ഭാഗത്ത് മാത്രമേ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉള്ളൂ. ഇതൊക്കെ ഇൻസൈഡ് ആണ്. ഇൻസൈഡും സെൻട്രലും ഒക്കെ എന്താണ്? 0 ആണ്. സോ നമ്മൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത സെക്ഷനിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ താങ്ക് യു.